ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഗുലാബ് ജാം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഇതൊരു യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയത് മാത്രമാണ്. ഗുലാബ് ജാമിനൊക്കെ നല്ല റേറ്റാണ്, എല്ലാവർക്കും അറിയാം. 3 ഗുലാബ് ജാം ഒക്കെ മേടിക്കുന്നത് 30 രൂപ. അറിയാലോ, ഒരു ബോക്സിനകത്ത്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊന്ന് വീട്ടിലുണ്ടാക്കിയാൽ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. ഹെൽത്തി ആണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ എന്നൊരു തോന്നല്. അപ്പം ഫസ്റ്റ് വേണ്ടത് പാൽപ്പൊടി, കുറച്ച് മൈദ, ബേക്കിംഗ് സോഡ. നമുക്ക് പിന്നെ പാൽ കൊണ്ടോ അല്ലെ വെള്ളം കൊണ്ടോ നമുക്കത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് ചപ്പാത്തിയുടെ ഒരു പരുവത്തിലൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് പാൽപ്പൊടി ഇടാം. പാൽപ്പൊടിയുടെ 1/3 മൈദ. ഇതിൻ്റെ 3ൻ്റെയും കട്ട കളഞ്ഞ് നന്നായിട്ടത് സോഫ്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് 3 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടത് കുഴയ്ക്കണം. മാക്സിമം 3 സ്പൂൺ, അതിൽ കൂടരുത്. നന്നായിട്ട് കുഴച്ച് നല്ല ചപ്പാത്തിയുടേതിനേക്കാളും സോഫ്റ്റായിട്ടൊരു പരുവത്തിലേക്ക് എത്തണം. എന്നിട്ട് നമ്മളൊരിച്ചിരി നെയ്യ് അവത്തിലൊന്ന് തടവി ഒന്നുകൂടെ സോഫ്റ്റ് ആക്കണം. അന്നേരം നല്ല മറ്റേ ഈ പഞ്ഞിയിലിങ്ങനെ ഞെക്കുന്നൊരു ഫീല് വരും. അപ്പം അങ്ങനെ വന്ന് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആൻഡ് പഞ്ഞിയെ ഞെക്കുന്ന പോലെ വരും. ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ അത് നിർത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കണം. കളിയടയ്ക്കാടെ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. ഉരുട്ടുമ്പോൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ക്രാക്ക് ഇല്ലാതെ ഉരുട്ടുക എന്നുള്ളതാണ്. കാരണം ചപ്പാത്തിക്കൊക്കെ നമ്മൾ ക്രാക്കോട് കൂടിയാണെങ്കിലും കുഴപ്പമില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഗ്ലേസിങ്ങോടുകൂടി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ചെറിയൊരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് വെള്ളവും പഞ്ചസാരയും ഒഴിച്ച് ഇച്ചിരി 2 ഏലക്കായാലും 3 ഏലക്കായും കൂടി ഇട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് 3 മിനിറ്റും കൂടെ അത് തിളപ്പിച്ചിട്ട് അത് മാറ്റി തണുക്കാൻ വെക്കുക. തണുക്കാൻ വെച്ചിട്ട് പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒരു മീഡിയം ചൂടായിട്ട് നമ്മുടെ സാധാരണ ഫ്രൈസൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് എണ്ണ ചൂടാകരുത്. അതിന് മുമ്പേ ഈ ബോൾസ് ഇടണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഇതിൽ കിട്ടുകയുള്ളൂ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ തിരിച്ച് കൊടുത്തോണം. ഞാനെല്ലാം ഒറ്റയടിക്ക് വറുക്കാനായിട്ടാണ് പോകുന്നത്. ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഓർത്തേ. അങ്ങനെ പറയരുത്. എന്നാലും നമ്മുടെ കഷ്ടപ്പാട് വേസ്റ്റ്. അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയരുത്. പൊട്ടിത്തെറിക്കില്ലെന്ന് പറ. ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ക്രാക്സ് വന്നാൽ പൊട്ടിത്തെറിക്കും എന്നിങ്ങനെ പറയുന്ന വീഡിയോയ്ക്കകത്ത്. ഇതിനകത്ത് ക്രാക്സ് ഉണ്ട്. ഞാൻ മാക്സിമം ഇല്ലാണ്ട് ആണ് ഉരുട്ടിയതൊക്കെ. മാക്സിമം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ വരുമെന്നാണ് ഞാൻ കണ്ടത്. കറക്റ്റ് ആ ഒരു ഉരുട്ടി കൊടുത്താൽ മതി. പാചകം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മക്കൾക്ക് ഒരു 10-60 ദിവസം അവധിയാണ്. പരീക്ഷിച്ച് നമ്മളും പാചകത്തിൽ അടിപൊളിയാകും. മക്കൾക്ക് വെറൈറ്റി ഫുഡ് അമ്മ ഉണ്ടാക്കി കൊടുത്തെന്ന് മക്കൾക്കും ഒരു ഫീലായിരിക്കും. സത്യമായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് കാണുമ്പോഴത്തേനും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. തിരിച്ചിടുന്നതിലും നല്ലത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നതാണെന്നാണ് ഞാൻ കണ്ടത്. കേട്ടോ, ഓ ചേഞ്ചസ് സൂപ്പർ. അവൻ്റെ ഗുലാബ് ജാമിൻ്റെ കളർ അവിടെ വന്നോന്ന് കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അടിപൊളിയാടാ. കണ്ടിട്ട് ഇനി ടേസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മോ, ഞാൻ സംഭവം ഞാൻ സ്വയം പ്രഖ്യാപിക്കും. ഞാൻ സെർവ് ചെയ്യാവേ. ഇപ്പോൾ കേട്ട കൊതിവിടിൽ എൻ്റെ മകളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷുഗർ ലായനിയിലേക്ക് ഈ
ഗുലാബ് ജാം ബോൾസ് ഇടുകയാണ്. ഇട്ട് അതിനെ ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വിടണം. 1.5 മണിക്കൂർ മതി. പക്ഷേ അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശരിക്കും ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കാണുന്ന ഗ്ലേസിങ് ശരിക്കും അതേപോലെ ഉണ്ട് നേരി കാണുമ്പോഴും. എനിക്കത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതിന് ഞാൻ കടകളിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം മേടിച്ച് കഴിച്ചിട്ടുള്ള സാധനം. പക്ഷേ എനിക്ക് കടകളിൽ മേടിച്ചതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇത്ര അടിപൊളിയായിട്ട് വന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മക്കളുടെ റിവ്യൂ എടുക്കാൻ പറ്റിയില്ല, ഞാൻ അറിയാതെ അവരത് കഴിച്ചു. പിന്നെ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ബൈറ്റ് ഭയങ്കര സർപ്രൈസായിരുന്നു, അത്ര ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ഈ മറ്റേ ആ ഷുഗർ ലായനി കഴിക്കാൻ പറ്റാത്ത ആ ഒരു ഫീലല്ല കേട്ടോ. അത് കഴിക്കാൻ നമുക്ക് ടെംപ്റ്റ് ചെയ്യും നമ്മളെ, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാമും അതിൻ്റെ എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ബൈ.